എന്ന് പറയുന്നത് ബ്രഹ്മം, അൾട്ടിമേറ്റ് ട്രൂത്ത്. ചര്യം, ദ പ്രോസസ് ഓഫ് വാക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്ന് അറിയാനുള്ള പദസഞ്ചലനം അതായിരിക്കണം ബ്രഹ്മചര്യം. നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്? ഈശ്വരാനുഗ്രഹം കൊണ്ട് ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാറുമില്ല ആരും. നാളെ രാവിലെ എന്തു വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. അത് 3 മണിക്കൂർ ചിന്തിച്ചിട്ട് തീരുമാനിക്കും പൂരി വേണ്ട, ദോശ മതി എന്ന്. ഏറെ ഒന്നും ചിന്തിച്ചു. ജീവിത ലക്ഷ്യം അതല്ല. ആ ജീവിത ലക്ഷ്യത്തിലൂടെ പോകുമ്പോൾ ഈ നാളത്തെ കഴിഞ്ഞ്, മറ്റന്നാളത്തെ കഴിഞ്ഞ്, അതിനപ്പുറം കഴിഞ്ഞ്, അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിനൊരു ലക്ഷ്യം വേണ്ടേ? എന്താ ലക്ഷ്യം? ഒന്നും അറിഞ്ഞൂടാ. ഇന്ന് കുറച്ചു മുമ്പ് ഇവിടുത്തെ പത്രക്കാരത്തി ഒരു അമ്മച്ചി വന്നിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തു. വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് എയിം? സാറിന് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ കാരണം, ഒത്തിരി പേരെ ഇന്റർവ്യൂ നടത്താറുണ്ട് കേരളത്തിൽ നിന്ന് വരുന്നവരെ പ്രത്യേകിച്ചും. അവർക്ക് ഒരു ലക്ഷ്യവും ഇല്ല. ഇവിടെ വന്ന് പരമാവധി കാശുണ്ടാക്കുക, കാശുണ്ടാക്കിയിട്ട് സാറേ കാശുണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇതുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോകണം? തലയുടെ ചുവട്ടിൽ വെക്കാൻ പോകുന്നോ, കൊണ്ടുപോകാൻ പോകുന്നോ? അത് പിന്നീട് ചിന്തിക്കാം. എപ്പ ചിന്തിക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലേ? ഇപ്പൊ ഇത്രയുമായി ഉയരണം, ഓഫീസിൽ വർക്ക് ചെയ്യണം, ഓഫീസിൽ പരമമായ ലക്ഷ്യത്തിലെത്തണം, മക്കളെ വളർത്തണം, അവരർഹിച്ച പൊസിഷനിൽ കൊണ്ടെത്തണം, ശിഷ്ടകാല ജീവിതം സമൂഹത്തിനും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കണം. അപ്പോഴല്ലേ ഫുള്ളായുള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ? 68 വയസ്സായി ഒരു വടിയും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു. എന്താ സാറിന്റെ ജീവിത ലക്ഷ്യം? ഒന്ന് അമ്പലം വരെ പോണം. ആഹാ, തൊഴാൻ തുടങ്ങിയോ സാറിപ്പോ? അടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ നിന്നൊരു ചായ പിടിക്കാനാ. അമ്പലത്തിലേക്കൊന്നും പോകാനല്ല, എന്നാലും ഞാൻ പോവും കേട്ടോ. അതെന്താ ഇപ്പൊ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയത്? പണ്ടൊക്കെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നടോ. ഇപ്പൊ മനസ്സിലായി എല്ലാവരും അമ്പലത്തിൽ പോകണം, ഞാൻ മാത്രമേ പോവാതിരിക്കുള്ളൂ. അപ്പൊ ഞാനും പോവാൻ തീരുമാനിച്ചു. ദാറ്റ്സ് ഓൾ. അതല്ല ജീവിത ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം. 90% ആൾക്കാർക്കും ജീവിത ലക്ഷ്യമില്ല. നിങ്ങളോട് പറയാനുള്ളത്, ഈ ജീവിതത്തിൽ പ്രാരബ്ധങ്ങളൊന്ന് മടക്കി വെച്ച് നിങ്ങൾക്ക് 55, 60 വയസ്സ് കഴിയുമ്പോൾ മക്കൾക്ക് പഠിക്കാനുള്ള ലെവൽ വരെ ആയിക്കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന ശിഷ്ടകാല ജീവിതം കുറേ വ്യക്തികളെ സഹായിക്കാൻ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന്റെ ആ പ്രയോജനം മറ്റുള്ളവർക്ക് ലഭിക്കാൻ വേണ്ടി അല്പസമയം, അല്പം ഊർജം, അല്പം സമ്പത്ത് അവർക്ക് വേണ്ടി മാറ്റിവെച്ച് ചിരിച്ചുകൊണ്ട് അന്ത്യയാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ്, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പറയാറുണ്ട്, ഫസ്റ്റ് ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, ലാസ്റ്റ് സന്യാസാശ്രമം. സന്യാസത്തിലെല്ലാം ഉപേക്ഷിച്ച് ഈ ശരീരവും ഈ മനസ്സും കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുക. പണ്ട് ഫാഹിയാനും ഹുയാൻസാനും ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പോൾ ബീഹാറിലും അതേപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം നടന്നപ്പോൾ എല്ലാ യോജനകള് 10ഉം 15ഉം യോജനകൾ കഴിയുമ്പോൾ ഓരോ ധർമാശുപത്രി ഉണ്ടായിരുന്നു അത്രേ. ആ ധർമാശുപത്രികളില് പ്രവർത്തിക്കുന്നവരെല്ലാവരും ഫ്രീ സർവീസ് ആയിരുന്നു. അവരുടെ ജീവിതത്തില് മക്കൾക്കൊരു ലെവൽ എത്തിക്കഴിയുമ്പോൾ ആ മക്കളുടെ കയ്യില് ഭാര്യ അല്ലെങ്കിൽ അവരുടെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം ഇവർ സോഷ്യൽ സർവീസിന് ഇറങ്ങുക. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവസാനം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നതിന് മുമ്പ് ഈ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സാമൂഹ്യ സേവനം മൊത്തം ചെയ്തതിന് ശേഷമേ ഭാരതീയര് മരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നുള്ളൂ. ആ സേവനം അവരനുഷ്ഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭൂതിയുണ്ട്. ആ ജീവിത ലക്ഷ്യം അറിയണം, ജീവിതത്തിന്റെ മഹത്വം അറിയണം, ജീവിതത്തിൽ വേദനിക്കുന്നവരെ തലോടുമ്പോൾ ലഭിക്കുന്ന സുഖം അറിയണം. ഞാൻ ഒരു പക്ഷേ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ആ സുഖം അറിയണമെങ്കിൽ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം. ഇവിടെ ഒരു പക്ഷേ ആ പുസ്തകം കിട്ടിയെന്ന് വരില്ല. കേരളത്തിലേക്ക് പോകുമ്പോൾ അത് വാങ്ങിക്കണം. DC ബുക്സ് പബ്ലിഷ് ചെയ്ത റീജിയണൽ ക്യാൻസർ സെന്ററിലെ അതിപ്രഗത്ഭനായ ക്യാൻസർ ചികിത്സിക്കുന്ന ഓങ്കോളജിസ്റ്റ് ഡോക്ടർ PV ഗംഗാധരൻ എഴുതിയ ജീവിതം എന്ന അത്ഭുതം ഒരു പുസ്തകമാണത്.
70 രൂപ വിലയുള്ളത്. അത് നിങ്ങൾ വാങ്ങിച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ ജീവിതത്തിൽ ഒരു പുസ്തകം വായിച്ചിട്ട് കരഞ്ഞിട്ടില്ല. ഇത് വായിച്ചിട്ട് 2-3 മണിക്കൂർ കരഞ്ഞു, വെറുതെ കുത്തിയിരുന്ന് കരഞ്ഞു. 39 അനുഭവങ്ങളാണ് ജീവിതം എന്ന അത്ഭുതം എന്നുള്ള ആ പുസ്തകത്തില് ഓങ്കോളജിസ്റ്റായ ശ്രീ PV ഗംഗാധരൻ എഴുതിയിരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയണമെങ്കിൽ, ഇപ്പോൾ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ ആ പുസ്തകം നിങ്ങളെ സഹായിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം, നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആണെങ്കിൽ ആ പ്രസിഡന്റ് എന്ന തലക്കനം, സെക്രട്ടറി എന്ന തലക്കനം, ട്രഷറർ എന്ന തലക്കനം അത് പോകാൻ ഈ പുസ്തകത്തിന്റെ അത്രയും ഒറ്റമൂലി വേറെ ഒന്നുമില്ല. ഇന്ന് പ്രസിഡന്റിന്റെ കയ്യിൽ ആ പുസ്തകം കൊണ്ടോ കൊടുക്കുക, എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വെയിറ്റ് എടുക്കാൻ പറയുക. ഇന്ന് അദ്ദേഹത്തിന്റെ വെയിറ്റ് 85 കിലോ ആയിരിക്കും, ശരീരത്തിന്റെ ഭാരം 65 കിലോയും അദ്ദേഹത്തിന്റെ മൊത്തം വെയിറ്റ് 85 കിലോ ആവാൻ കാരണം തലക്കനം 20 കിലോഗ്രാമും. അങ്ങനെയാണെങ്കിൽ ആ തലക്കനം പോകാൻ ഒരൊറ്റ ട്രീറ്റ്മെന്റ് ഈ പുസ്തകം. അതല്ല, നിങ്ങൾ DC ബുക്സിൽ പോകുമ്പോൾ ആ പുസ്തകം ഇപ്പൊ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്റെ എല്ലാ പ്രഭാഷണത്തിലും ഞാൻ ആ പുസ്തകത്തിന്റെ പേര് പറയാറുണ്ട്, ഒത്തിരി പേര് ഇത് വാങ്ങിക്കാറുമുണ്ടത്. അങ്ങനെ പുസ്തകം കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെന്റർ എന്നൊരു ആശുപത്രി ഉണ്ട്, അവിടെ ചെല്ലുക. അവിടെയുള്ള ഡോക്ടർമാർക്ക് മിക്കവർക്കും നിങ്ങളുടെ പേരറിയാമെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് എനിക്ക് ആ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ ഒന്ന് കാണണമെന്ന് പറയാ. അകത്ത് ചെല്ലുക, സന്തോഷത്തോട് ചെല്ലണം, എന്നിട്ട് നടക്കാം. ഓരോ വ്യക്തിയും ഓരോ രോഗിയും അവിടെ അവരുടെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും കൈകൂപ്പി. എന്തിനാ പ്രാർത്ഥിക്കണമെന്നറിയോ? ക്യാൻസർ മാറ്റണേ എന്നല്ല അവർ പ്രാർത്ഥിക്കുന്നത്, ഈശ്വര സന്തോഷം തരണേ എന്നവർ പ്രാർത്ഥിക്കുന്നില്ല. ഒരാളും അവിടെ പ്രാർത്ഥിക്കുന്നില്ല. അതിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കുന്നത്, ഈശ്വര ഇനിയും വേദന സഹിക്കാൻ വയ്യേ, കഴിയുന്നതും വേഗം കൊണ്ടുപോകണമേ ജഗദീശ്വര, എത്രയായി അനുഭവിക്കുന്നു, ശരീരം പുഴുത്തു, ഇത്രയും നീളമുള്ള പുഴുക്കൾ ശരീരത്തിൽ നിന്ന് ചാടുന്നു, എങ്ങനെയാ ജീവിക്കുക, ഇതൊന്ന് അവസാനിപ്പിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഡസൻ കണക്കിന് രോഗികളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിർവികാരമായിട്ട് നടക്കാം. ഇടയ്ക്കൊന്ന് താഴത്തേക്ക് നോക്കാം, നിലത്തേക്ക് നോക്കാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല രോഗികളുടെയും ക്യാൻസർ വന്ന ഭാഗം പഴുത്ത് അതിൽ നിന്ന് പുഴുക്കൾ പുറത്തു ചാടുന്നതിന്റെ ആ പുഴുക്കൾ നിലത്തിരുന്ന് അരയ്ക്കുന്നത് കാണാൻ സാധിക്കും. അരമണിക്കൂർ കൂടുമ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും അതിനകത്തുനിന്ന് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേദനയുടെ അർത്ഥമറിയണം. അതറിയുമ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യബോധം ഉണ്ടാവുക. ഈ വേദനയില്ലാതെ ജീവിക്കാൻ, ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ, സന്തോഷിക്കാൻ, നല്ലൊരു ജോലി, നല്ലൊരു രാഷ്ട്രം, എയർ കണ്ടീഷൻ മുറി, സഹകരിക്കാൻ ധാരാളം വ്യക്തികൾ, നല്ലൊരു ഭാര്യ, നല്ല മക്കള്, ഇതെല്ലാം ലഭിച്ച ഞാൻ ഇനിയും നെഗറ്റീവ് ചിന്തിക്കണോ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ ആ പുസ്തകം വായിക്കുക, അതല്ലെങ്കിൽ RCCയിലേക്ക് ഒന്ന് പോവാ. അപ്പോ മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ വിഷയത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് പോകാം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. പരിഗ്രഹം, മറ്റുള്ളവരുടെ ഇത് വേണമെന്ന തോന്നല്. അപരിഗ്രഹം, ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കല്. അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാക്കണം, അത് ജീവിതത്തിന്റെ മാർഗവുമാക്കണം. എനിക്കുള്ളത് ഈശ്വരൻ എനിക്ക് തന്നത്, ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചത്, അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ആവശ്യമില്ലാത്തതിലേക്ക് പരിധിക്കപ്പുറമെടുത്ത് ചാടരുത്. അതിന്റെ അർത്ഥം അംബീഷൻ ഉണ്ടാകരുത് എന്നല്ല. അതിന്റെ അർത്ഥം ഭാവിയെ കുറിച്ച് ഒരു ആഗ്രഹവും പാടില്ല എന്നല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലഭിച്ചത് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനും കൂടുതൽ വരുമ്പോൾ അതിലും ഇതേ മാനസികാവസ്ഥ വെച്ചു പുലർത്താനും നമുക്ക് സാധിക്കണം. അതാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്.
ചിരിച്ചുകൊണ്ട് ജീവിക്കാന്ന് കേട്ടിട്ടില്ലേ? ഈശ്വരൻ അറിഞ്ഞുകൊണ്ടൊരു ജന്മം നൽകി എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അംബീഷൻ കേറി 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 ഓരോ സ്ഥലത്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. കേരളത്തില് 23% സ്റ്റുഡൻസ് സൈക്കോളജിക്കലി അബ്നോർമൽ ആകുന്നു എൻട്രൻസ് എക്സാമിനേഷന് മുമ്പ്, SSLC എക്സാമിനേഷന് മുമ്പും. എന്തുകൊണ്ട്? അമ്മ നൽകുന്ന ടെൻഷൻ, കുറച്ച് അച്ഛനും നൽകുന്ന ടെൻഷൻ. ഈ മക്കളോട് പറയാറുണ്ട്, എൻട്രൻസ് എഴുതി MBBS എടുത്ത് MD എടുത്ത് നീ നല്ലൊരു ഡോക്ടർ ആവണം, വേറെ ഒരു ജോലിയും നിനക്ക് പറ്റിയതല്ല, MBBSഉം MDയും മാത്രം. ഡോക്ടർ ആകണമെന്ന മാത്രം അംബീഷൻ വെച്ച് ആ കുട്ടിയെ വളർത്തുക. എവിടെ